Meet the editors. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പിൽ NDA 400 സീറ്റ് നേടും. കഴിഞ്ഞ 10 വർഷം മികച്ച പ്രതിപക്ഷമാകാൻ പോലും കോൺഗ്രസിനായില്ല. ഒരേ ഉൽപ്പന്നം വീണ്ടും വീണ്ടും പുറത്തിറക്കി കോൺഗ്രസിന്റെ കട അടച്ചുപൂട്ടാറായെന്നും മോദി നന്ദി പ്രമേയ ചർച്ചയിൽ പരിഹസിച്ചു. पूरा देश कह रहा है अब की बार, खड़गे जी भी कह रहे हैं. ഇന്ത്യയെ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കി വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തും. അധികാര തുടർച്ച അടിവര ഇടുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ പ്രസംഗം. മൂന്നാം ഊഴത്തിൽ അടുത്ത 1000 വർഷത്തേക്കുള്ള അടിത്തറയിടും എന്നും മോദി. अब हमारी सरकार का तीसरा कार्यकाल भी बहुत दूर नहीं है. ज्यादा से ज्यादा 100-125 दिन बाकी है. കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും കടന്നാക്രമിച്ചും പരിഹസിച്ചും പ്രധാനമന്ത്രി കത്തിക്കയറി. कांग्रेस की चाल से चलते तो ये कनेक्शन देने में और 60 साल लग जाते. में खाना पकाते पकाते गुजर जाती. പാവപ്പെട്ടവരെയും OBC വിഭാഗത്തെയും അതിപിന്നോക്ക വിഭാഗത്തെയും കോൺഗ്രസ് ഭരണം അവഗണിച്ചു എന്നും പ്രധാനമന്ത്രി. വിമർശന ശരങ്ങൾ ഏറ്റ പ്രതിപക്ഷം പലതവണ പ്രധാനമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. दंड प्रधान कानूनों से हम सदन के नेता बोल रहे हैं, आपको मैंने सबको पर्याप्त समय पर्याप्त अवसर दिया था. यह तरीका गलत है. यह हमें मर्यादा बना के रखना पड़ेगा. प्लीज बैठे बैठे कोई टिप्पणी नहीं करेगा. റിപ്പോർട്ടർ, ദില്ലി. ചോദ്യം ഇതാണ്, അമിത ആത്മവിശ്വാസമോ? സമയത്തിൽ എനിക്ക് വലിയ ആത്മവിശ്വാസമില്ല. കാരണം നമുക്കിനി ഒരു 9 മിനിറ്റ് മാത്രമേ കിട്ടൂ. അതുകൊണ്ട് നമുക്കൊരു 2 മിനിറ്റ് വെച്ച് അവസാനിപ്പിക്കാം. നരേന്ദ്രമോദിയുടേത് അമിത ആത്മവിശ്വാസമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അത് യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഒരു ആത്മവിശ്വാസമാണ്. പ്രത്യേകിച്ചും പാർലമെന്റിനുള്ളിൽ ഈ കൃത്യമായ നമ്പേഴ്സിലേക്ക് കടന്നുകൊണ്ട് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് 2019 നമ്മൾ കണ്ടിരുന്നില്ല. പക്ഷേ 2024 അത് കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞതല്ല, അതിനപ്പുറത്തേക്ക് പോയാലും അതിശയപ്പെടേണ്ടതില്ല. ആ രീതിയിലുള്ള ഒരു പോൾ സ്ട്രാറ്റജിയാണ് ആദ്യം മുതൽ തന്നെ അവർ എടുത്തത്. അത് കൃത്യമായി അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് പലയിടങ്ങളിലും പ്രചാരണം നടത്തുകയായിരുന്നു. ഇന്നിപ്പോൾ പറഞ്ഞത് എന്താണ്? കോൺഗ്രസ് എന്ന കടയ്ക്ക് പൂട്ട് വീണു. പലരെയും ഇനി എവിടെ കാണാം? സന്ദർശക ഗ്യാലറിയിൽ കാണാം. അതായത് ഇനി പാർലമെന്റ് കാണണമെന്നുണ്ടെങ്കിൽ പാസ് എടുത്ത് സന്ദർശക ഗാലറി, അവിടെയും ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ സന്ദർശക ഗാലറിയിലേക്ക് വന്നാലേ കോൺഗ്രസിന് ഇനി അവിടേക്ക് കയറി വരാൻ കഴിയുകയുള്ളൂ. പലരും ഇപ്പോൾ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് രാജ്യസഭയിൽ സ്ഥിതി ഒക്കെ നോക്കി അവിടെ ഒന്ന് സേഫായി ഇരിക്കാനായിട്ട് പറയുന്നതും നന്ദിപ്രമേയ ചർച്ചയുടെ മറുപടിയിൽ നരേന്ദ്രമോദി ഇന്ന് ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു ധൈര്യം പ്രതിപക്ഷത്തിന് നഷ്ടപ്പെട്ടു എന്ന് നരേന്ദ്രമോദി പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ മുന്നണിയിലെ പിളർപ്പ് തന്നെയാണ്. കോൺഗ്രസ് ഇപ്പോൾ ഭാരത് ജോഡോ ന്യായ യാത്രയുമായി രാഹുൽ ഗാന്ധിയെയും സംഘത്തെയും അയച്ചിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി എന്ന കട അവിടെ പൂട്ടി. ആ താക്കോലും കൊണ്ടാണ് രാഹുൽ ഗാന്ധി നടന്നു തുടങ്ങിയത്. വരുന്ന വഴിക്കെല്ലാം ഓരോന്നോരോന്നായി പൂട്ടുന്നു. ബംഗാൾ വീഴുന്നു, അത് കഴിയുമ്പോൾ ബീഹാർ വീഴുന്നു, ജാർഖണ്ഡിൽ ചെല്ലുമ്പോൾ മുഖ്യമന്ത്രിയെ മാറ്റേണ്ടി വരുന്നു. അങ്ങനെ ഓരോ ഇടത്തും നഷ്ടം മാത്രം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യ മുന്നണി മറുഭാഗത്തുള്ളപ്പോൾ 400 എന്ന് പറഞ്ഞതിൽ ഒരു അമിത ആത്മവിശ്വാസം കാണേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പ്രതിപക്ഷത്ത് ദീർഘകാലം തുടരാനായിട്ടുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തെ നരേന്ദ്രമോദി അഭിനന്ദിക്കുകയാണ്. മിക്കവാറും അങ്ങനെ തന്നെയായിരിക്കും. പ്രതിപക്ഷത്ത് തന്നെ തുടരാം. നല്ല ഒരു പ്രതിപക്ഷ മുന്നണി ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കാൻ കഴിയട്ടെ. പിന്നെ ഇന്ത്യയുടെ പുരോഗതിയെക്കുറിച്ചാണ് പിന്നീട് നരേന്ദ്രമോദി പറഞ്ഞത്. 11ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്ന നിലയിലാണ് 2014 അധികാരത്തിലെത്തുന്നത്. പക്ഷേ ഇപ്പോൾ അത് 5ാം സ്ഥാനത്തെത്തുന്നു. 3ാമത്തെ തവണ, തേർഡ് ടേം, മോദിയുടെ ഹാട്രിക് എന്ന് പറയുമ്പോൾ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്നുള്ളതിൽ തനിക്ക് ആത്മവിശ്വാസമുണ്ട് എന്നും കൂടി നരേന്ദ്രമോദി പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിന് ഇതിനൊന്നും വലിയ മറുപടിയൊന്നും കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല. ആ രീതിയിൽ തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള പ്രചാരണവും. 2019 നമ്മൾ വാശിയേറിയ പ്രചാരണമൊക്കെ കണ്ടു. ഇരുഭാഗത്തെയും നേതാക്കളൊക്കെ വളരെ സക്രിയമായിരുന്നു. ഇത്തവണ പക്ഷേ എന്തോ ഒരു മരണവീട് പോലെ ഒരു നിശബ്ദതയാണ് പൊതുവേ കോൺഗ്രസിന്റെ ആ ഒരു ക്യാമ്പിലായാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തായാലും കാണാൻ കഴിയുക. എന്തിന് മമതാ ബാനർജി വരെ പറഞ്ഞില്ലേ 40 കിട്ടിയാൽ ഭാഗ്യമെന്ന്. അപ്പോൾ അതിൽ കൂടുതലൊന്നും പറയാനില്ല. അവിടെ 40 എങ്കിൽ ഇവിടെ 400. സിമ്പിൾ. ഓക്കെ, അബ് കി ബാർ 400 പാർ എന്നാണല്ലേ നേരത്തെ BJP പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് പാർലമെന്റിൽ നരേന്ദ്രമോദി ആവർത്തിക്കുന്നത്. BJPക്ക് 370-ലധികം സീറ്റുകൾ കിട്ടും എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. NDAക്ക് 400-ലധികം സീറ്റാകും എന്നുള്ളതാണ്. എവിടെ നിന്നാണ് ഈ BJPക്ക് 370-ലധികം സീറ്റുകൾ? നോക്കൂ, നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടി അവർക്ക് കിട്ടുന്ന സീറ്റുകളെ വിലയിരുത്തുന്നത് അവരുടെ ഓരോ പ്രദേശത്തെയും സ്വാധീനശക്തി വെച്ച് നോക്കുമ്പോഴല്ലേ. നോക്കൂ, ഇന്നും BJP ഒരു വടക്കൻ സംസ്ഥാനങ്ങളിലെ, പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലെ മാത്രം പാർട്ടിയാണ്.
ദക്ഷിണേന്ത്യയിലെ ഒന്നും പാർട്ടിയല്ല. ചില മേഖലകളിൽ ബി ജെ പിക്ക് സ്വാധീനമുണ്ട് എന്ന് പറയാം. നോക്കൂ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള 303 സീറ്റ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് ലഭിക്കാവുന്ന ഏറ്റവും പരമാവധി സീറ്റുകളാണ് എന്നുള്ളതാണ്. നോക്കൂ, അവിടെ 90-95% ബി ജെ പിയുടെ വിജയ ശതമാനം എന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മളിങ്ങോട്ട് സൗത്തിലേക്ക് വന്നാൽ, ഈസ്റ്റിലേക്ക് വന്നാൽ ബി ജെ പിയുടെ വിജയ ശതമാനം എത്രയാണ്? ഇപ്പോൾ സൗത്തിലും ഈസ്റ്റിലും ഒക്കെ ആയിട്ട് 220 സീറ്റുകളുണ്ട്. ആ 220 സീറ്റുകളിൽ ഏതാണ്ട് 10നും 20നും ഇടയിലാണ് സീറ്റുകൾ ബി ജെ പിക്ക് നേടാനായിട്ട്, ശതമാനം സീറ്റുകളാണ് ബി ജെ പിക്ക് നേടാനായിട്ടുള്ളത് എന്നുള്ളതാണ്. ബീഹാറിൽ, ബംഗാളിൽ, ഒഡീഷയിൽ, തെലങ്കാനയിൽ, ആന്ധ്രാപ്രദേശിൽ, തമിഴ്നാട്ടിൽ, കേരളത്തിൽ, ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെയും വളരെ ചുരുങ്ങി, ഇതെല്ലാം കൂട്ടിച്ചേർത്താൽ തന്നെയും പ്രത്യേകിച്ച് ബീഹാറിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, ബംഗാളിൽ വലിയ കുതിപ്പുണ്ടാക്കിയിട്ടുണ്ട്, ഒഡീഷയിൽ കോൺഗ്രസിനെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളി 2ാം സ്ഥാനത്തേക്ക് പോകാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട്, തെലങ്കാനയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ വെച്ചാൽ തന്നെയും ബി ജെ പിക്ക് വളരെ ചുരുങ്ങിയ സീറ്റുകൾ മാത്രമേ നേടാനുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ സ്വാധീനമുണ്ടാക്കിയെന്ന് ഏത് സംസ്ഥാനത്താണ് ബി ജെ പിക്ക് അവകാശപ്പെടാൻ കഴിയുക? എൻ്റെ ഒരു ചോദ്യമാണ്. ഇന്ന് നരേന്ദ്രമോദി 370 കൂടുതൽ സീറ്റുകൾ ബി ജെ പി നേടും എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി കൂടുതലായി സ്വാധീനം നേടിയിട്ടുള്ള ഒരു സംസ്ഥാനം പറയൂ. നോക്കൂ, തെലങ്കാനയാണ് കഴിഞ്ഞ തവണ കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ ബി ജെ പി വീണ്ടും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റേത് സംസ്ഥാനത്താണ്? ബംഗാളിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മമതാ ബാനർജിയെ മറികടക്കാൻ കഴിയുന്ന സ്വാധീന ശക്തി അവരുണ്ടാക്കിയിട്ടുണ്ടോ? ആന്ധ്രാപ്രദേശിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ കൺസീഡ് ചെയ്യാം, തമിഴ്നാട്ടിൽ കുറേ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി ഡബിൾ ഡിജിറ്റിലേക്ക് ബി ജെ പിക്ക് വരാൻ തമിഴ്നാട്ടിൽ സാധിക്കുമായിരിക്കും. പക്ഷേ എന്ന് വെച്ചാൽ സീറ്റായി കൺവേർട്ട് ചെയ്യപ്പെടില്ല. അപ്പോൾ തെലങ്കാനയിൽ കോൺഗ്രസ്, തകർന്നു കിടന്ന കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സംസ്ഥാനം ബി ജെ പിക്ക് അവകാശപ്പെടാനുണ്ടോ? ഇല്ല. അപ്പോൾ 370+ എന്ന് നരേന്ദ്രമോദി പറയുന്നത് ഒന്നുകിൽ ഒരു വ്യാജ പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനാണ്. ഇതിൽ അമിതാത്മവിശ്വാസമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും അമിതമായൊരു ആത്മവിശ്വാസമുണ്ട്. രാം ജന്മഭൂമി മൂവ്മെൻ്റാണ് പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണായുധം എന്നുള്ളത് അക്കാര്യത്തിൽ സംശയമില്ല. 37% എന്നുള്ള വോട്ട് ബാങ്കിനെ 40%-നും അപ്പുറത്തേക്ക് എത്തിക്കുക എന്നല്ല, 50%-നും അപ്പുറത്തേക്ക് പരമാവധി 200 മണ്ഡലങ്ങളിലെങ്കിലും എത്തിക്കുക എന്നതാണ് ബി ജെ പി ഇപ്പോൾ പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത്. 270 സീറ്റുകളിലെങ്കിലും 50%-നടുത്ത് കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ രീതിയിൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ തന്നെ മാറ്റത്തിന് കാരണമായേക്കാവുന്ന വിധിയായിട്ടാണ് ബി ജെ പി കണക്കാക്കുകയും ചെയ്യുന്നത്. ഇതിൽ വളരെ കൗതുകകരമായ കാര്യം, ഇന്ന് മല്ലികാർജ്ജുൻ ഖർഗെ രാജ്യസഭയിൽ പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗത്തിനിടയിൽ ഇങ്ങനൊരു പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 330ഓളം സീറ്റുകളുണ്ടല്ലോ എൻ ഡി എക്ക്, ഇനി 400 ആക്കാൻ വേണ്ടിയാണ് ബി ജെ പി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞതിനെ കോട്ട് ചെയ്തുകൊണ്ടുകൂടിയാണ് നരേന്ദ്രമോദി ലോക്സഭയിൽ ഈ പ്രസംഗം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് തന്നെ അറിയാം ഞങ്ങൾക്ക് 400 സീറ്റ് കിട്ടി, ഇവിടെ വരാൻ പോകുന്നു എന്നറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുദ്രാവാക്യമാണ്. അതെ, കോട്ട് ചെയ്തത് മല്ലികാർജ്ജുൻ ഖാർഗെ സംബന്ധിച്ച് കഴിഞ്ഞിരിക്കുന്നു, പ്രസംഗത്തെ കോട്ട് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു അമിതമായ ആത്മവിശ്വാസമുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റാം റൊട്ടി ഫോർമുലയാണ് അവർ പ്രധാനമായിട്ടും എടുക്കുന്നത്. അതിൽ ജനക്ഷേമ പദ്ധതികൾ സർക്കാരിന് ഇപ്പോൾ വേണ്ടതില്ല, പകരം രാം ജന്മഭൂമിയുടെ ആശയത്തിൻ്റെ പ്രചരണത്തിലാണ് നരേന്ദ്രമോദി പ്രചരണം നയിക്കാൻ പോകുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഏത് സംസ്ഥാനത്താണ് അധികമായി 2019-നേക്കാൾ ബി ജെ പിക്ക് സീറ്റ് കിട്ടാൻ പോകുന്നത്? തമിഴ്നാട്ടിലുണ്ടോ, കേരളത്തിലുണ്ടോ, കർണാടകത്തിലുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. തെലങ്കാനയിൽ പോലും നിയമസഭ മാറിയിരിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. മഹാരാഷ്ട്രയിലും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും അധികം ബൾക്ക് സീറ്റ് കിട്ടുമെന്ന് ബി ജെ പിക്ക് ആത്മവിശ്വാസമുള്ള 2 സ്റ്റേറ്റുകൾ, അതിലൊന്ന് തീർച്ചയായും ഗുജറാത്താണ്, മറ്റൊന്ന് ഉത്തർപ്രദേശാണ്, മറ്റൊന്ന് രാജസ്ഥാനാണ്, ബീഹാറാണ്. ഇവിടെയൊക്കെ കഴിഞ്ഞ തവണ കിട്ടാവുന്ന പരമാവധി സീറ്റുകൾ കിട്ടിയിരുന്നു. ഉത്തർപ്രദേശ് കിട്ടുമല്ലോ. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഏത് സംസ്ഥാനത്താണ് നിങ്ങൾക്ക് സീറ്റുകൾ കിട്ടുക എന്നത് പ്രധാനപ്പെട്ട കാര്യം. പുതിയ സഖ്യകക്ഷികൾ അവർക്കൊപ്പമില്ല. ഉണ്ടായിരുന്നത് ഒരു പുതിയ സഖ്യകക്ഷി വന്നത് അജിത് പവാറിന്റെ കക്ഷിയാണ് അവരുടെ കൂടെയുള്ളത്. അത് പക്ഷേ വളരെ വലിയ മാറ്റം ഉണ്ടാക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. ജെ ഡി യു ഒപ്പം ഉണ്ടായിരുന്നു.
സാഹചര്യത്തിലെന്ന് വെച്ചാൽ BJPയെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാറിനെ മുന്നണിയിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് BJPക്ക് സീറ്റ് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം BJPക്ക് മത്സരിക്കാനുള്ള സീറ്റുകൾ കുറയുകയാണ് ചെയ്യുന്നത് ബീഹാറിൽ. ഓക്കെ, നോക്കൂ, ഇപ്പോൾ ആകെ 543 സീറ്റുകളാണ് പാർലമെൻറ്റിലുള്ളത്. 400 സീറ്റ് ഞങ്ങൾ ജയിക്കും എന്നല്ലെങ്കിൽ 400-ലേറെ സീറ്റുകൾ ജയിക്കും എന്ന് നരേന്ദ്രമോദി പറയുമ്പോൾ ബാക്കി 143 സീറ്റേ അവശേഷിക്കുന്നുള്ളൂ. 143 സീറ്റാണോ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് കിട്ടാൻ പോകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ശക്തമായ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക, വലിയ നേട്ടമുണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുക, അതൊക്കെ ഒരു തന്ത്രമാണ്. അടിസ്ഥാനപരമായി അതൊന്നും യുക്തിക്ക് നിരക്കുന്നതല്ല. വളരെ ലളിതമാണല്ലോ നമ്മുടെ കണക്ക്. 143 സീറ്റിലേക്ക് ഇന്ത്യയിലെ പ്രതിപക്ഷം ഒതുങ്ങുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ 20 സീറ്റുണ്ട്. അത് ആർക്ക് കിട്ടിയാലും അത് പ്രതിപക്ഷത്ത് തന്നെയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലെ സ്ഥിതി എടുത്താൽ 39 സീറ്റുണ്ട്. അവിടെ DMKക്ക് ഓൾറെഡി 24 സീറ്റുണ്ട്. കഴിഞ്ഞ 2019 അവിടെ ADMK ഒരു ശക്തിയായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു ശക്തി തന്നില്ല. വലിയ വിജയം DMK അവിടെ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 28 സീറ്റ് കർണാടകയിലുണ്ട്. അതിൽ 25 സീറ്റും BJPക്കാണ് കിട്ടിയത് കഴിഞ്ഞ തവണ. ആ വിജയം ആവർത്തിക്കാനേ പോകുന്നില്ല. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലാണെങ്കിലും തെലങ്കാനയിലാണെങ്കിലും പഴയതുപോലെ കോൺഗ്രസിന് അത്ര വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. മുന്നോട്ട് വരും. അപ്പോൾ അതെ, ശർമിള ഇപ്പുറത്ത് പിന്നെ തെലങ്കാനയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സൗത്ത് ഇന്ത്യയിൽ തന്നെ കിട്ടിക്കൊണ്ടിരുന്ന ഈ 25-30 സീറ്റുകൾ നേടാൻ തന്നെ അവർക്ക് കഴിയില്ല. അപ്പോൾ അവിടെ തന്നെ ഒരു വലിയ മുന്നേറ്റം ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ടാക്കും. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ പറയുന്ന രാജസ്ഥാനിൽ കഴിഞ്ഞ പ്രാവശ്യം 1 സീറ്റാണ് കിട്ടിയത്, മധ്യപ്രദേശിൽ 1 സീറ്റാണ് കിട്ടിയത്, 2 കോൺഗ്രസിന്. അങ്ങനെ വരുമ്പോൾ രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ മാത്രം, രാജസ്ഥാനിൽ ക്ലീൻ സ്വീപ്പാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം അവിടെയൊന്നും ആ വിജയം ആവർത്തിക്കാൻ BJPക്ക് കഴിയില്ല. പിന്നെ ഉള്ളത് UP ആണ്. നിശ്ചയമായും ആഫ്റ്റർ അയോധ്യ എന്താ സംഭവിക്കുക നമ്മൾ നോക്കണം. കഴിഞ്ഞ പ്രാവശ്യം 64 സീറ്റ് കിട്ടിയിട്ടുണ്ട്. 2014 70 സീറ്റ് കിട്ടിയ സ്ഥലമാണ് BJPക്ക്. അത് 73 സീറ്റ് കിട്ടിയ സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ആ ഒരു വലിയ വിജയം ഒരു പക്ഷേ ഉണ്ടായി എന്ന് വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം ആവർത്തിക്കണമെന്നില്ല. അവിടുത്തെ സാഹചര്യം എന്താ നമുക്കറിയില്ല. ആഫ്റ്റർ അയോധ്യ അത് മാത്രമാണ് ഒരു ടെൻഷനിൽ നിൽക്കുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ BJPക്ക് വലിയ പ്രതീക്ഷയുള്ള സ്ഥലം. മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം 190 സീറ്റുകളിലാണ് കോൺഗ്രസും BJPയും നേരിട്ട് മത്സരിച്ചത്. അതിൽ കോൺഗ്രസ് വിജയിച്ചത് 15 സീറ്റുകളിലാണ്. 175 സീറ്റുകൾ വിജയിച്ചത് BJP ആണ്. ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി റിപ്പീറ്റഡ്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന പ്രശ്നമേ ഇല്ല. അതെ, അങ്ങനെ റിപ്പീറ്റ് അന്ന് ഇന്ത്യ മുന്നണിയില്ല. അപ്പം ഈ പറയുന്ന യുക്തിക്ക് നിരക്കാത്തൊരു കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി 203 സീറ്റ് പിന്നെ പ്രതിപക്ഷത്തിനുണ്ട്, 340 ഉണ്ട് കേട്ടോ. ഈ NDAക്ക് 340 ഉണ്ട്, 203 സീറ്റാണ് ഇപ്പുറത്തുള്ളത്. അപ്പോൾ ആ 340 കുറയാനേ എല്ലാ കണക്കുകൾക്കും സാധ്യതകളുള്ളൂ. കാരണം വെച്ചാൽ അത്ര ഈ ബംഗാളിലൊക്കെ നിശ്ചയമായും മമതാ ബാനർജി കുറച്ചുകൂടി മുന്നോട്ട് പോകും. തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ DMK മുന്നോട്ട് പോകും. പിന്നെ നേരത്തെ സൂചിപ്പിച്ച ബീഹാറിൽ JDUവും BJPയും കൂടി ചേരുമ്പോൾ RJDയും ലെഫ്റ്റും കോൺഗ്രസും കൂടി ചേരുമ്പോൾ അവിടെ വലിയൊരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മഹാരാഷ്ട്ര വളരെ പ്രധാനമാണ്. മഹാരാഷ്ട്രയിൽ 48 സീറ്റുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ സീറ്റാണ് വികാസ് അഘാടി നേടാൻ പോകുന്നത്, ഒരു സംശയവും വേണ്ട. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പറയുന്നത് വളരെ അയുക്തികമായ കണക്കാണ്, അമിതമായ ആത്മവിശ്വാസം. ഒരു സെക്കൻഡ്, കുടുംബാധിപത്യം സംബന്ധിച്ച് ഒരു വ്യാഖ്യാനം കൂടി നൽകുന്നുണ്ട്. പാർട്ടി നടത്തണം എന്നാണ്. അതായത് നേരത്തെ അച്ഛൻ മകനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നതാണ് കുടുംബാധിപത്യമാണ് ആയി കണ്ടിട്ടുള്ളത് എങ്കിൽ ഇത്തവണ നരേന്ദ്രമോദി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടി എല്ലാ കാലവും നടത്തുന്നത് ഒരു കുടുംബമായാലാണ് കുടുംബാധിപത്യം എന്നതിലാണ്. അപ്പോൾ കോൺഗ്രസിലേക്ക് അത് കൃത്യമായി ഒരു ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞ ഉദാഹരണം ഗുലാം നബി ആസാദിനെ കുടുംബാധിപത്യം ഉള്ളതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ഗുലാം നബി ആസാദ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നത് ഈ പറയുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തെ ഫോളോ ചെയ്തുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് അറിയാത്ത ആളല്ല നരേന്ദ്രമോദി. അതുകൊണ്ട് വളരെ നന്നായി പ്രസംഗിക്കാൻ, നമ്മളെയൊക്കെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയും എന്നതിൽ മാത്രം ഈ 370 അബ്കി ബാർ 400 പാർ കണ്ടാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ ഇന്നത്തെ മീഡിയ എഡിറ്റേഴ്സ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ അവസാനത്തെ ചോദ്യത്തിന്റെ ഉത്തരം അമിതാത്മവിശ്വാസമോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് 3, നോ എന്ന് 1. Meet the editors.